ഇനി മുതൽ ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമേ ഇല്ല. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒഫീഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷൻ നിലവിൽ വന്നു കഴിഞ്ഞു. OTP ഒന്നും കൂടാതെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് മാസ്ക് ആധാർ ആക്കിയിട്ട്, അതായത് ആധാർ കാർഡിൻ്റെ നമ്പറൊന്നും കാണാത്ത രൂപത്തിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ആധാർ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് മാത്രം, അല്ലെങ്കിൽ നമ്മളെ പേര് വിവരങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ മാത്രം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി QR കോഡ് മാത്രമാണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കാം, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനും ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷനിൽ നിലവിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇനി ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ആധാർ കാർഡ് ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ആധാർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അങ്ങനെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ ആധാറുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ കാണാൻ സാധിക്കും. ഇതാ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ പെർമിഷനൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ, അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ പെർമിഷൻ ചോദിക്കും. അതൊക്കെ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഭാഷ മാറ്റാനുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിൽ നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഷ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൾറെഡി ഇംഗ്ലീഷിൽ തന്നെയാണ് ഉള്ളത്. എനിക്ക് അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അതിൽ തന്നെ വെക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡിസ്കവർ കീ ഫീച്ചേഴ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് പോവുക. നെക്സ്റ്റ് ഇവിടെ എൻ്റർ ആധാർ നമ്പർ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഐ ആം റെഡി വിത്ത് മൈ ആധാർ എന്ന് കാണുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ മുകളിൽ കൃത്യമായി തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കാണുന്ന കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു കോളത്തിൽ, അതായത് ഈ ഒരു ചെക്ക് ബോക്സിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ പ്രൊസീഡ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത സിം ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ആ സിം ഉണ്ടായിരിക്കണം. അത് സെലക്ട് ചെയ്തിട്ട് സെൻഡ് SMS എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP ഒന്നും വരില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വെരിഫൈ ആകും. ഓക്കെ, ഇതാ ഇവിടെ വെരിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വെരിഫൈ ആയിട്ടുണ്ട്. കണ്ടിന്യൂ ഫെയ്ത്ത് അതൻറ്റിക്കേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഫേസ് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ട് കണ്ണൊന്ന് ചിമ്മി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ ഇതുപോലെ വെരിഫൈ ആകും. എന്നിട്ട് കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. പ്രൊസീഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള 6 അക്ക പാസ്വേഡ് ഈ ഒരു ആപ്ലിക്കേഷന് നൽകിയിട്ട് അത് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ കൺഫേം കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നിന്നും നെക്സ്റ്റ് പോവുക. നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഫുൾ നെക്സ്റ്റ് പോവുക. ഇപ്പോൾ ആധാർ കാർഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങളുടെ ആധാറിൻ്റെ QR കോഡാണ് ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗാലറിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും മറ്റുള്ള വിവരങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഒരുപാട് പ്രത്യേകതകൾ നിങ്ങൾ കാണാൻ സാധിക്കും. മുകളിൽ തന്നെ നമുക്ക് ഭാഷ മാറ്റാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇഷ്ടമുള്ള ഭാഷ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ട്യൂട്ടോറിയൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ആധാറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതിന് തൊട്ട് താഴെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആഡ് അനദർ പ്രൊഫൈൽ എന്ന്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് അവരുടെ ഫേസ് ഒന്ന് ഇവിടെ ഡിറ്റക്ട് ചെയ്താൽ മതി. എല്ലാ ആധാർ കാർഡുകളും ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ബാക്ക് വന്നിട്ട് നിങ്ങൾക്ക് മാസ്ക് ആധാറാണ് വേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ആ ആധാറിൻ്റെ നമ്പർ ഇവിടെ ഹൈഡായി മാസ്ക് ആധാറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിനൊരു ഫിംഗർ ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫിംഗർ ലോക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇത് മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഷെയറിൻ്റെ ഐക്കൺ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് സെലക്റ്റഡ് ഡീറ്റെയിൽസ് മാത്രം ഷെയർ ചെയ്താൽ മതിയെങ്കിൽ അത് ഉപയോഗിക്കാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം.
ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ പ്രീവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലോ മറ്റോ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗങ്ങൾ മാത്രം നമുക്ക് ഷെയർ ചെയ്യാം. വീണ്ടും ഷെയറിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ ഡൗൺലോഡ് ഉണ്ട്. ഇവിടെ ഡൗൺലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇത് ഡൗൺലോഡ് ആകും. പക്ഷേ ഇതിൻ്റെ പാസ്വേഡ് ഇതാ ഇവിടെ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ, അതായത് വർഷം അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്വേഡായി. ഓക്കെ, അതാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഇവിടെ കണ്ടിന്യൂ കൊടുത്ത് നോക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഡൗൺലോഡ് ആയിട്ട് വരും. ഡൗൺലോഡായി വന്നു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു PDF ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പാസ്വേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരങ്ങളും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് ഇവിടെ ഓപ്പൺ കൊടുത്താൽ മതി. ഓക്കെ, കൃത്യമായിട്ട് അത് ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ആധാർ കാർഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗാലറിയിൽ സൂക്ഷിക്കാം. നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു സ്കാനർ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ആധാർ കാർഡിൻ്റെ ഇതേ ഭാഗം നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് അവരെ നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആധാർ കാർഡുമായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസെൻറ്റ് ട്രാൻസാക്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഓൾറെഡി ഈ അടുത്തായിട്ട് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഒന്നും ആധാർ വെച്ചിട്ട് ഞാൻ നടത്തിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ കാണുന്നില്ല. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ നമ്പർ, അഡ്രസ്സ്, അതുപോലെ തന്നെ നെയിം, ഇമെയിൽ ID. പക്ഷേ ഈ ഫീച്ചർ ഒന്നും ഇപ്പോൾ നിലവിലില്ല. അത് കമ്മിങ് സൂൺ എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 30 ദിവസം കൊണ്ടാണ് അത് ചേഞ്ച് ആയിട്ട് വരിക. 75 രൂപയാണ് അതിൻ്റെ ചാർജ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും. മൊബൈൽ നമ്പർ വേണം, അതുപോലെ തന്നെ ഫേസ് അതെൻറ്റിക്കേഷൻ വേണം, അതുപോലെ തന്നെ ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കും. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ചേഞ്ച് ആയി കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ QR കോഡ് തന്നെ ഇവിടെ ആധാറിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കും. ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കോൺടാക്റ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പിൻ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് പിൻ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പിൻ നമുക്ക് മാറ്റി ഇവിടെ ആഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഇവിടെ താഴെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും വളരെയധികം ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.